ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വട്ടക്കേരി ക്ഷേത്രത്തിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പിന്നിലായി കാണുന്ന ഓലമേഞ്ഞ കെട്ടിടം ഈ വട്ടക്കേരി ക്ഷേത്രം ഇവിടെ വരാൻ കാരണക്കാരനായ മന്ത്രവാദിയും കുടുംബവും താമസിച്ചിരുന്ന വീടാണ്. അതിന്നും പഴമയോടെ തന്നെ കാത്തുസൂക്ഷിക്കുകയാണ്. 800 വർഷത്തെ പഴക്കമുള്ള അറയും പുരയുമുള്ള വീടാണ്. ഓലമേഞ്ഞ കെട്ടിടം മറ്റൊരു ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങൾ 1500ഓളം ഓലക്കീറികൾ ഉപയോഗിച്ചാണ് ഈ കെട്ടിടം മേഞ്ഞത്. ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ, ജാതി മതഭേദമന്യേ ഒരു നാട് സന്ധ്യ മുതൽ കിഴക്ക് വെള്ളക്കീറുന്നത് വരെ കണ്ണിമയ്ക്കാതെ തങ്ങളുടെ ആഘോഷമാക്കി മാറ്റിയ അരൂർ വട്ടക്കേരി ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിലെ പൂജയുടെയും ഗരുഡൻ തടി നേർച്ചയുടെയും ആൾത്തടിയുടെയും കൈത്തടിയുടെയും ചരിത്രങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാവുകയാണ് ഞങ്ങൾ. ഇത് ഇന്നത്തെ തലമുറകൾക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറകൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് കരുതുക. ചരിത്രങ്ങൾ പലരും പറഞ്ഞറിവുകാരാണ്, കേട്ടറിവും വായിച്ചറിവും. പക്ഷേ ഞങ്ങൾ മറ്റൊരു തലങ്ങളിലൂടെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. പഠിക്കാനില്ല, അറിയാൻ. ഞങ്ങൾ പറയുന്നതില്ല, വിശ്വസിക്കണമെന്നില്ല. ഇതിലുള്ളത് കേട്ടറിവല്ല, പഠിച്ചറിവാണ്. വിശന്നിട്ട് കഞ്ഞിവെള്ളം ചോദിച്ചു ചെന്നപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ കിട്ടിയ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പൂജ കഴിഞ്ഞ് 7 ദിവസങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ കയറാനാവില്ല എന്നറിയാമെന്നതിനാൽ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഫോട്ടോ അകലെ നിന്നാണ് എടുത്തത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ക്ഷേത്ര നടത്തിപ്പുകാരായവരൊക്കെ ഞങ്ങളുടെ പരിചയക്കാരാണ്. എന്നോടൊപ്പം KCB ഉണ്ടായിരുന്ന അനിൽകുമാറിനെ ഞങ്ങൾ വെച്ച് കണ്ടു. അദ്ദേഹവും ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളാണ്. പിന്നെ ഞങ്ങൾ അറിയുന്ന രതീഷും ഗൗരീഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്കും ഒത്തിരി നന്ദി. ഇനി അല്പം ചോദ്യങ്ങളാവട്ടെ. വട്ടക്കേരി ക്ഷേത്രത്തിൽ മാത്രമെന്തേ ആനപ്പുറത്ത് എഴുന്നള്ളിക്കലില്ല? എന്തിനാണ് ഗരുഡൻ ഖണ്ഡാകർണന് ഭക്ഷണം നൽകുന്നത്? പൂജയ്ക്കെന്തേ അസുരവാദ്യം? മദ്യവും മാംസ്യവും വർജ്യമല്ലാത്തത് എന്തേ? കൊടിയേറ്റമില്ലാത്ത ക്ഷേത്രമാണ്. ആരാണ് ആനമറുത? ആരാണ് ഖണ്ഡാകർണൻ? തടി എന്നാൽ എന്താണ്? ഏതിന്റെ പ്രതീകമാണ്? ജാതി മതഭേദമന്യേ ക്ഷേത്രത്തിൽ കയറാനാകുമോ? വസൂരി രോഗവും ചിക്കൻ പോക്സും വരുമ്പോൾ ഖണ്ഡാകർണന് നേർച്ച നേരേണ്ട കാരണം? വട്ടക്കേരി ക്ഷേത്രത്തിലെ പൂജയ്ക്ക് മുൻവൈരാഗ്യങ്ങൾ തള്ളിത്തീർക്കുന്ന ഒരിടങ്ങളായിരുന്നു മുമ്പ്. അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഈ വീഡിയോ ഉത്തരമാകുന്നു. ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു മാർച്ച് 8-ന്. അരൂർ നിവാസികൾ നയന മനോഹരങ്ങളായ കാഴ്ചകളാലും തപ്പിന്റെയും ചെണ്ടയുടെയും ശിങ്കാരിമേളത്തിന്റെയും ബാൻഡിമേളത്തിന്റെയും DJയുടെയും അസുരവാദ്യങ്ങളുടെ താളലയങ്ങൾക്കൊപ്പം ചുവട് വെക്കുകയായിരുന്നു. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ആബാലവൃദ്ധ ജനങ്ങൾ. ആ താളക്കുഴപ്പിനൊപ്പം ഏവരും കൈകൊണ്ട്, വിരൽ കൊണ്ട്, തലയാട്ടിക്കൊണ്ട്, കാലുകൾ കൊണ്ട് താളം പിടിക്കുകയായിരുന്നു. അത്രയും ജനങ്ങളെ ത്രസിപ്പിക്കുന്ന ആഘോഷമായിരുന്നു ഗരുഡവാഹന എഴുന്നള്ളിപ്പ്. അരൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമന്യേ ഏവരും കാഴ്ചക്കാരായും പങ്കുകാരായും എത്തുന്ന ആഘോഷമാണ് അരൂർ വട്ടക്കേരി ക്ഷേത്രത്തിലെ പൂജ. 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പൂജ. 4 ദിവസങ്ങളിലും താലപ്പൊലിയായിരുന്നു. 5-ാം ദിവസമാണ് അവസാന ദിവസവും. അന്ന് തന്നെയാണ് ഗരുഡവാഹന എഴുന്നള്ളിപ്പ്. ഉത്സവം എന്ന് പറയാനാവില്ല, പൂജ എന്നാണ്. ഇവിടെ കൊടിയുയർത്തലില്ല, കാപ്പുകെട്ടിലേ ഉള്ളൂ. ആന എഴുന്നള്ളിപ്പില്ല. ആനയേക്കാളും വലിയ ഗരുഡവാഹന എഴുന്നള്ളിപ്പേ ഉള്ളൂ. ആഘോഷ തിമർപ്പിലായിരുന്നു എവരും. 2 കിലോമീറ്ററോളം നീളുന്ന ആയിരക്കണക്കിന് ജനം റോഡ് നീളെ കാത്തി. രാത്രി 8 മണി മുതൽ തുടങ്ങുന്ന ഗരുഡവാഹനത്തെക്കാൾ വെളുപ്പിനെ വരെ ഉണ്ടാകും ആ കാത്തിരിപ്പ്. ഈ വർഷം 24 എണ്ണമാണ് ഉണ്ടായിരുന്നത്. നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരാഘോഷം ഈ ആധുനിക കാലത്തും അതിൻ്റെതായ താള മേളക്കൊഴുപ്പുകൾ ആയെന്ന് മാത്രം. മറ്റെല്ലാം പഴയതുപോലെ. ഖണ്ഡാകർണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തിയെങ്കിലും ഭദ്രകാളിയും ദാരിദ്ര്യന്റെ ഭാര്യയായ മനോഹരി എന്ന വസൂരിമാലയും നാഗേക്ഷിയും അറുപതയും അങ്ങനെ നീളുകയാണ് ധാരാളം നീട്ടി. അല്പം ചരിത്രം കൂടി നമ്മൾക്കറിയാം. ഈ ക്ഷേത്രത്തിൻ്റെത് മാത്രമല്ല, ഖണ്ഡാകർണനാരാണെന്നും ഗരുഡനാരാണെന്നും എന്തിനാണ് വിഷ്ണുവാഹനമായ ഗരുഡൻ ശിവഭക്തനായ ഖണ്ഡാകർണന് ഭക്ഷണം നൽകുന്നു, എന്താണ് തടി, ഇതെല്ലാം അറിയാം.
അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.